ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ സകലമാന ചട്ടത്തരങ്ങളും ചെയ്തിരുന്ന ഒരു സർക്കാർ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നിലവിലുള്ള സർക്കാരിനെ എങ്ങനെയാണ് വിമർശിച്ചോ തിരുത്താൻ സാധിക്കുക? അങ്ങനെ തിരുത്താൻ ശ്രമിക്കുമ്പോഴുണ്ടാകുന്ന ഭവിഷ്യത്താണ് ഇന്നലെ നമ്മൾ കണ്ടത്. മുഖ്യമന്ത്രി ഏതോ ഒരു സൽക്കാരത്തിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞത് അത് വിവാദമാക്കാൻ ശ്രമിച്ച ശ്രീ ശിവൻകുട്ടി, അദ്ദേഹം അത് പറഞ്ഞതേ ഓർമ്മയുള്ളൂ. പെട്ടെന്ന് തന്നെ സോഷ്യൽ മീഡിയ അത് ഏറ്റെടുക്കുകയും അതിനെതിരെ ശരിക്കും അദ്ദേഹത്തിൻ്റെ മുഖത്തടിച്ചതുപോലുള്ള മറുപടികളാണ് സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ ഈ നിലവിലുള്ള സർക്കാർ എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും ഇവർക്ക് ആ PSC പരീക്ഷാ ക്രമക്കേടിനോടനുബന്ധിച്ചുള്ള ആ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രശ്നങ്ങൾ കാരണം ഇവർക്ക് ഒന്നും മിണ്ടാൻ കഴിയില്ല. അതുപോലെ തന്നെ ആരോഗ്യ മേഖലയായിരുന്നാലും ഈ ഒരു മേഖലയിലും ഏതൊരു ഡിപ്പാർട്ട്മെൻ്റ് എടുത്ത് നോക്കിയാലും ഇവർക്ക് അതിനെയൊന്നും വിമർശിച്ച് നേരെയാക്കാനുള്ള അർഹതയുമില്ല, അതിന് സാധിക്കുകയും ചെയ്യില്ല. അതായത് കേരളത്തെ സംബന്ധിച്ച് ഇപ്പോൾ പ്രതിപക്ഷത്തിന് അനങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത്. അതായത് പ്രതിപക്ഷം ഇല്ലാത്ത ഒരവസ്ഥയാണ്. കേന്ദ്രത്തിലാണെങ്കിൽ RSS തന്നെ ഒരു പ്രതിപക്ഷമായി പ്രവർത്തിക്കും. അതുകൊണ്ട് തന്നെ അവിടെ ഒരു പ്രതിപക്ഷം ഇല്ലെങ്കിലും നമുക്ക് പേടിക്കാനില്ല. പക്ഷേ കേരളത്തെ സംബന്ധിച്ച് അതല്ല, പ്രതിപക്ഷം ഇല്ലെങ്കിൽ നമ്മൾ ശരിക്കും ഭയക്കുക തന്നെ വേണം. ഈ സാഹചര്യത്തിൽ കേരളത്തിൻ്റെ ആകെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ നിയമസഭയിലുള്ള 2 or 3 BJP MLA മാർ മാത്രമാണ്.